സഹോദരങ്ങളെ, ബിദ്അത്തുകളെ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കണം. ബിദ്അത്തുകൾ വളരെ അപകടകരമാണ്. അത് ദലാലത്തും നരകത്തിലേക്കുള്ള പാതയുമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർബാദ് ഇബ്നു സാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞത്, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക്. തെളിഞ്ഞ വെളുത്ത പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്, അതിൽ നിന്നൊരു നശിച്ചവനല്ലാതെ പിഴച്ചു പോകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ വജലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം നടത്തി. സഹാബാക്കളുടെ ഹൃദയങ്ങൾ അവരുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകുമാറ്, കണ്ണീർ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുമാറ് ഉപദേശം നടത്തി. സഹാബാക്കൾ ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫഔസിനാ. ഒരു വിട പറയുന്നവന്റെ പ്രസംഗം പോലെയുണ്ടല്ലോ തങ്ങളുടെ അവിടുന്നിന്റെ പ്രസംഗം, അവിടുന്നിന്റെ ഈ സംസാരം. അതുകൊണ്ട് എന്തെങ്കിലും വസിയത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വസിയത്തിൽ പറഞ്ഞത്? ഊസീകും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ തഖ്വ പാലിച്ച് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നവർ മതത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസം കാണും, ദീനിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണാൻ സാധിക്കും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ അവരുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹി ബിൻ നവാജിദി, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്. വഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. ഫകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തുകളും നരകത്തിലാണ്. പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിൽ എന്റെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു അമല്, ഒരു പ്രവൃത്തി, കർമ്മം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനിലേക്ക് തള്ളപ്പെടുന്നതാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പുതുതായി ഈ ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഈ ദീൻ സമ്പൂർണ്ണമാണ്. അതാണ് അൽ ഇമാം അൽ മാലിക് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത്, ആരെങ്കിലും ഒരു കാര്യത്തെ നന്നായി കണ്ട് ദീനിൽ ചേർത്താൽ അവൻ പുതിയ ശരീഅത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ഇമാം മാലിക് പറഞ്ഞതാണ്, ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് അത് നന്നായി കണ്ടാൽ യറാഹ ഹസനതൻ, അതിനെ നന്നായി കണ്ടാൽ അത് നല്ല ബിദ്അത്ത് ഹസനത്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫഖദ് സഅമ, അവൻ വാദിച്ചിരിക്കുന്നു, അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന്. റസൂൽ നല്ല കാര്യങ്ങൾ ചിലത് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയി എന്നാണ് അവൻ വാദിക്കുന്നത്. അൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇമാം മാലിക് പറഞ്ഞു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ്. ഈ ദിവസം നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും റസൂൽ ചെയ്യാത്തൊരു കാര്യം, അത് മൗലിദ് ആഘോഷമായിക്കൊള്ളട്ടെ, എന്ത് കർമ്മമായിക്കൊള്ളട്ടെ, ദീനിൽ പുതുതായി ചെയ്തിട്ട് അത് നല്ലതാണെന്ന് വാദിച്ചാൽ റസൂല് തങ്ങളുടെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല. അതിനുശേഷം മാലിക് റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഫമൻ ലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. റസൂലിന്റെ കാലത്ത് ദീനാകാത്ത ഏതൊരു കാര്യവും ഈ ദിവസത്തിലും ദീനാവുകയില്ല എന്ന് ഇമാം മാലിക് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഈ ഉമ്മത്തിനും ഇപ്പോഴും ഖിയാമത്ത് നാൾ വരെയും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് ബാങ്കിന്റെ തുടക്കത്തിൽ പറയൽ സുന്നത്തുണ്ടോ? ഇല്ല. ബാങ്ക് അവസാനിച്ചിട്ട് പറയലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. അപ്പോൾ ബാങ്കിന്റെ തുടക്കത്തിൽ പറയൽ അത് സ്വലാത്തല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിക്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാൽ റസൂൽ പഠിപ്പിക്കാത്ത സ്ഥലത്ത് അത് പറയാൻ പാടില്ല. ഇനി നാളെ ഒരാൾ വന്ന് പറയുകയാണ്, ഓരോ അല്ലാഹു അക്ബറിന് ശേഷവും ഞാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് പറയാൻ തീരുമാനിച്ചു. ഒരാൾ ബാങ്ക് കൊടുക്കുക, അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അപ്പൊ എന്തായത് ബാങ്കിന്റെ ഇടയിൽ എന്താ ഞാൻ സ്വലാത്തല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ നമ്മൾ അംഗീകരിക്കോ? ഇല്ല. അതും ഇതും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. രണ്ടും പുതുതായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ദീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുന്നത്, അത് പുതുതായി എത്ര നല്ല കർമ്മമായി നമ്മൾ കണ്ടാലും അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ ബിദ്അത്തും ദലാലത്താണെന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തുൻ ദലാല വഇൻ റആഹു അന്നാസു ഹസന. ഇബ്നു ബത്താ റഹ്മത്തുള്ളാഹി തആലയുടെ കിതാബിൽ നമുക്ക് കാണാം, പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം. എല്ലാ ബിദ്അത്തും ദലാലത്താണ്, അത് ജനങ്ങൾ മുഴുവൻ നന്നായി കണ്ടാലും ശരി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. നമ്മുടെ ദീനിൽ പറഞ്ഞ കർമ്മങ്ങൾ തന്നെ ചെയ്യാൻ ഒരു മനുഷ്യന് അവന്റെ ആയുസ്സും
മുഴുവൻ ഒഴിഞ്ഞു വെച്ചാലും ഇക്കാലഘട്ടത്തിൽ ഒരാൾക്ക് സാധിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ട്. അത്രത്തോളം ദിക്റുകൾ നമുക്ക് എടുക്കാനുണ്ട്, അത്രത്തോളം ഇബാദത്തുകളും സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും നമുക്ക് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ എന്തിനാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി അത് പ്രവർത്തിക്കുന്നതിൽ ആവേശം കാണിച്ച് നാളെ പരലോകത്ത് ഇല്ലാത്ത ശിക്ഷ നമ്മുടെ മേൽ വഹിച്ച് വാങ്ങിവെക്കുന്നത്? അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മുഅ്മിനീങ്ങൾ, ഈ നാട്ടുകാർ സൂക്ഷ്മത പാലിക്കണം. നാളെ പരലോകത്ത് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അള്ളാന്റെ ദീനിൽ കൈകടത്തിയവരുടെ കൂട്ടത്തിൽ, അള്ളാന്റെ ദീനിൽ കൂട്ടുചേർത്തവരുടെ കൂട്ടത്തിൽ, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ പെടാതെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അത് റസൂല് പഠിപ്പിച്ചതെന്തോ അതിനെ നമ്മുടെ ജീവിതത്തിൽ കർമ്മമാക്കി അമലാക്കി ജീവിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.